തക്കുടു അവിടുന്നേ ഓടി വരുക. എന്തിനാണോ വരുന്നത്? മമ്മിയുടെ മുളകിനെ എല്ലാവരും ഒന്ന് കണ്ടോളൂ ഗൈസ്. പൂത്ത് നിൽക്കുന്ന മുളക്. ഈ മുളക് എടുത്ത് കൊടുക്കുവാണെങ്കിൽ എനിക്ക് ഫീസ് 50 രൂപ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. തന്നാ മതിയായിരുന്നു. ഇതുകൊണ്ട് ഭയങ്കര ഞാൻ മറ്റേ തൈരിലിട്ടുണ്ടാക്കുന്ന മുളകിതാ. ഇത് ഭയങ്കര എരിവ്. എരിവ് കുറഞ്ഞ മുളക് എനിക്കിഷ്ടമുള്ള മുളക് ഇതാണേ. ഈർക്കില്ലി മുളക്. ഇതിന് എരിവ് കുറവാണ്. ഇതെല്ലാം ഇത്ര കരുത്തോടെ നിൽക്കുന്ന എന്തുകൊണ്ടാ? അതിന് അതുപോലെ ഞാൻ നോക്കിയിട്ടാ. ആണോ? ഇതിന് നല്ല അടിവളം കൊടുത്ത് പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് അടിവളം കൊടുത്ത് പിന്നെ മണ്ണ് കുമ്മായ വിട്ട് അതിൻ്റെ pH ഒക്കെ ഡെവലപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടിയും ഇച്ചിരി എല്ലുപൊടിയും എല്ലാം ചേർത്ത് മണ്ണൊക്കെ ആക്കി അത് വെച്ചു. അതിന് ശേഷം ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സുഡോണോസ് ഇട്ട് ഒഴിച്ചു കൊടുക്കും. ഇടയ്ക്ക് ഇച്ചിരി എല്ലുപൊടി ഇട്ട് കൊടുക്കും. പിന്നെ സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വേനൽക്കാലത്ത് ഇതിനെ നോക്കി ഇതെല്ലാം സ്ലറി രൂപത്തിലാണ് ഇതിനെ ഞാൻ വളം കൊടുത്തത്. എല്ലാം പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ചാണകപ്പൊടി എന്നിട്ട് സ്ലറി ഇട്ട് ഒഴിച്ചു കൊടുക്കും. കണ്ടോ, ഇപ്രാവശ്യം കുറച്ചേറെ ഉണ്ടായിട്ടുണ്ടേ. കാ പിടിച്ചിട്ടുണ്ട്. പിടിച്ച് വരുന്നതേ ഉള്ളൂ. പുതിയ തൈകളാണ്. പഴയ തൈയെല്ലാം ഞാൻ കളഞ്ഞു. വെള്ളം എടുത്തതിന് ശേഷം